ഇതുണ്ടല്ലോ നമുക്ക് ബീഫ് വെച്ചിട്ട് നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇറച്ചി കേക്ക് ഞാൻ മൈദയൊന്നും ഇടാണ്ട് മുട്ടയെല്ലാം വെച്ച് മാത്രമാണ് ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ അതിനാദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ സവാള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വന്നാലും നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ മൂന്നെണ്ണവും പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പച്ചക്കൊത്ത് മാറിയാലും നമുക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് വേവിച്ച് പിന്നെ ബീഫ് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറ ഓൺ ആയിട്ടില്ല. അതിന് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 5 മുട്ടയും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ച മസാലക്കൂട്ടിൽ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മുട്ട തയ്യാത്തതുകൊണ്ട് ഞാൻ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പശു നെയ്യും കൊണ്ട് ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തിരിച്ചും ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്ത് നമ്മൾ ഇറച്ചി കേക്ക് റെഡി. ഇത്രയും സിമ്പിളാണ്, അടിപൊളി എന്നിട്ട് കഴിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ട്രൈ ചെയ്തേക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.